ഒരിക്കൽ അവളുടെ സമൃദ്ധമായ തലമുടിക്കിടയിൽ ഒരു നര കണ്ടു. അതുമല്ല, അവൾ പ്രൗഢയായിരിക്കുന്നു. ഇപ്പോൾ ഗൗരിക്കുട്ടി എങ്ങനെയിരിക്കുന്നു? തനിക്ക് മാത്രമായി കിട്ടിയിട്ടുള്ള നിമിഷങ്ങൾ ശിവരാമപിള്ള ഗൗരിക്കുട്ടിയുമായി കഴിയുകയായിരിക്കും. അവളുമായി കളിച്ചു രസിക്കുക മാത്രമായല്ല, സഹശയനവും ഉണ്ടായിട്ടുണ്ട്. ഈയിടെ ഒരു ഉച്ചയ്ക്ക് വൃദ്ധയായ ഗൗരിക്കുട്ടിയുമായി ഒരു കട്ടിലിൽ തണുപ്പുള്ള രാത്രിയിൽ പരസ്പരം പിടിച്ചുകിടന്നു. ഗൗരിക്കുട്ടി സംവത്സരങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതായി അറിഞ്ഞു. എന്നിട്ടും ശിവരാമപിള്ളയ്ക്ക് അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവൾ ചെറുപ്പത്തിലെ വിവാഹിതയായി കഴിഞ്ഞു. എന്നിട്ടും ശിവരാമപിള്ളയ്ക്ക് അവൾ വിവാഹിതയായിരുന്നില്ല. അവൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഒരു തോട്ടം, റബ്ബറായിരിക്കണമോ തേയിലയായിരിക്കണമോ? ചിലപ്പോൾ തോന്നും എല്ലാ കൃഷിയും ചെയ്യാവുന്ന ഒരു തോട്ടം മതിയെന്ന്. കുരുമുളകും ഇഞ്ചിയും കപ്പയും എല്ലാം. തോട്ടത്തിന് നടുക്ക് ഒരു ബംഗ്ലാവ്. പൂഞ്ഞാറിൽ പോയപ്പോഴാണ് ആദ്യമായി ശിവരാമപിള്ള ഒരു തോട്ടം കാണുന്നത്. അതൊരു റബ്ബർ തോട്ടമായിരുന്നു. തോട്ടത്തിൽ കൂടിയുള്ള റോഡിൽ കൂടി നടന്നിട്ടും തോട്ടത്തിന്റെ അങ്ങേയറ്റത്തെത്തുന്നില്ല. ആ തോട്ടം പടിഞ്ഞാറെങ്ങോ ഉള്ള ഒരാളുടെ വകയാണ്, കുട്ടനാട്ടിലെ ഒരു കൃഷിക്കാരന്റെ. അന്നാണ് തനിക്കും ഒരു തോട്ടം വേണമെന്ന ആശയുണ്ടായത്. ഉത്കടമായ ഒരാശ തന്നെയായിരുന്നു. അന്നോളം സമ്പാദിച്ചതെല്ലാം വിറ്റിട്ട് കോഴിക്കോട്ട് പോയാൽ എന്തെന്ന് തോന്നി. അവിടെ ഭൂമി കൈനീട്ടത്തിന് കിട്ടും, കുറെ വളച്ചെടുക്കുക. അങ്ങനെയൊക്കെയാണ് തോട്ടമുടമകൾ ചെയ്തിരിക്കുന്നത്. ആ കഥയെല്ലാം അറിഞ്ഞിരുന്നു. 6 ഏക്കർ എന്നാൽ വളച്ചെടുക്കുമ്പോൾ 1000 വരും. അതൊക്കെ അങ്ങനെയാണ്. പൂഞ്ഞാറിൽ തമ്പുരാന്റെയും മറ്റും മലകൾ അങ്ങനെ നിരനിരയായി കിടക്കുകയാണ്. കാട് തെളിക്കുക പണിയാണ്. അതിനാണ് ചിലവ്. വിവരങ്ങളെല്ലാം ശേഖരിച്ചു. റബ്ബർ തോട്ടം വേണോ തേയിലത്തോട്ടം വേണോ? അതോ കുരുമുളക് വേണോ? കുരുമുളക് മഴയെയും വെയിലിനെയും ആശ്രയിക്കുന്ന കൃഷിയാണ്. വൻമഴയും കടുത്ത വേനലും ആ കൃഷിക്ക് ആപത്താണ്. തോട്ടത്തിനുള്ള സ്ഥലം ആദ്യം വാങ്ങിച്ചിടുക, പിന്നെ കാട് തെളിക്കുക. അങ്ങനെ ഇങ്ങനെ കാലദൈർഘ്യമുള്ള ഒരു പദ്ധതി കരുപിടിച്ചു. കുറെ പണം തന്നു സഹായിക്കാൻ ആരുമില്ല. പണം കടം കിട്ടിയേക്കും. ഉള്ള വസ്തുവിന്റെ ഈടിന്മേൽ വയ്യ. സമ്പാദിച്ച വസ്തുവകൾ പണയപ്പെടുത്താൻ മനസ്സ് വരുന്നില്ല. ഓരോ വസ്തുവിനും ഓരോ കഥയുണ്ട്. അപ്പോൾ എല്ലാം വിറ്റ് കിഴക്ക് കാട് വാങ്ങാമെന്ന് വച്ചതോ? തോട്ടം എന്ന അത്യാശമൂലം കുഞ്ഞുലക്ഷ്മി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. തോട്ടം എന്നാലും ഇന്നും ഒരാശയാണ്. കുട്ടനാട്ടിൽ പലർക്കും തോട്ടങ്ങളുണ്ട്. പുളിമൂട്ടിൽ അവറാന് ഇപ്പോൾ 5 തോട്ടങ്ങളുണ്ട്. എങ്ങനെ തോട്ടങ്ങൾ ഉണ്ടാക്കി? കടം വാങ്ങിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അവറാനാണ് തോട്ടമുണ്ടാക്കിയത്. അവറാൻ എന്തിനും മടിയുണ്ടായിരുന്നില്ല. വലിയ സംഖ്യകൾ എങ്ങനെ കൈവിറക്കാതെ കൈനീട്ടി കടം വാങ്ങാനാകും? കൊടുത്തു തീർക്കേണ്ടേ? പലിശ കയറി വർദ്ധിക്കുകയില്ലേ? 10-20 ആകും. ആശ അടങ്ങുന്നില്ല. ഇന്നും തോട്ടവും തോട്ടത്തിന്റെ നടുക്ക് ബംഗ്ലാവും ആശയാണ്. കിഴക്കൻ മലയിലെ മഞ്ഞുകാലത്ത് ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് കരിമ്പടവും പുതച്ച് തലയും ചെവിയും മൂടുന്ന രോമക്കുപ്പായവുമിട്ട് ചൂട് പിടിച്ചു നിൽക്കുക, അതൊരു അനുഭവമാണ്. തോട്ടം തനിക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്ന് തോന്നി. എന്നാലും എന്നും ആശ സജീവമായിരുന്നു. മകൻ ഗോപൻ വലിയ വ്യവസായമൊക്കെ നടത്തുന്നുണ്ട്. വലിയ സംഖ്യകൾ അവന്റെ കയ്യിൽ വന്നും പോയിരിക്കുന്നു. ലക്ഷത്തിന്റെ കണക്കുകളേയുള്ളൂ. പ്രായമായ അച്ഛന്റെ ആശ ഒരിക്കൽ വെട്ടി തുറന്നു പറഞ്ഞു, മകനെ, കിഴക്കൻ മലയിൽ നമുക്കൊരു തോട്ടം വാങ്ങാം, നല്ല ആദായമാ. അതവൻ ഗൗനിച്ചില്ല. പ്രായമായ ആളിന് തോട്ടം പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതെല്ലാം ചെറുപ്പത്തിലേ പറ്റുകയുള്ളൂ. തൊഴിൽ പ്രശ്നങ്ങൾ കൂടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാലും തോട്ടം അടുത്ത ജന്മത്തിലെങ്കിലും സാധിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാഗ്രഹമുണ്ട്. ശിവരാമപിള്ള വെറുത്തിരുന്ന ഒരാളെയുള്ളൂ എന്ന് വച്ചാൽ ശരിക്കും വെറുത്തിരുന്നു. മറ്റൊരാളെ അങ്ങനെ വെറുത്തിരുന്നതായി പറയാനില്ല. പക്ഷേ അതൊരു ഉള്ളിലിരിപ്പായിരുന്നു. ഉള്ളിൽ ആരും അറിയാതെ സൂക്ഷിച്ചു വച്ചിരുന്നു. വെറുപ്പിന്റെ സൂചന പോലും പുറത്തു വന്നിട്ടില്ല. അവറാന് തിരിച്ചും വെറുപ്പുണ്ടോ എന്ന് നിശ്ചയമില്ല. അവറാൻ പണക്കാരനായി കുതിച്ചു ചാടി കയറുന്ന കാലം. അയാൾ എന്തു ചെയ്താലും ലാഭമാണ്, വിജയമാണ്. എന്തെല്ലാം വ്യവസായങ്ങളാണ് അന്ന് അവൻ ഉണ്ടായിരുന്നത്. അന്ന് കിഴക്കൻ മലയിൽ അവറാൻ തോട്ടം വാങ്ങിയത് ഒരു ചങ്കൂറ്റമായിരുന്നു. അവന്റെ മക്കൾക്ക് ഇന്ന് 4-5 തോട്ടങ്ങളുണ്ട്. എങ്ങനെയാണ് വെറുപ്പ് ഉരുണ്ടുകൂടിയത്? ഏതാണ്ട് ഒരേ കാലത്താണ് രണ്ടുപേരും ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അവറാന്റെ അപ്പൻ പാച്ചിമാപ്പിള ഉഴക്കാരനായിരുന്നു. തൊട്ടടുത്ത നിലങ്ങളാണ് അവറാനും ശിവരാമപിള്ളയും കൃഷി ചെയ്തു തുടങ്ങിയത്. ഇരുവരുടെയും ജീവിതത്തിന്റെ ആദ്യത്തെ കൃഷി. പാച്ചിമാപ്പിള ശിവരാമപിള്ളയുടെ നിലം ഉഴുതിട്ട് അവറാന്റെ നിലത്തിലേക്ക് ഉഴാനിറങ്ങി. ചെറുക്കൻ 10 പറ കണ്ട പാട്ടത്തിനേറ്റു. അവനെങ്ങനെ വിത്തിറക്കുമോ എന്തോ. കയ്യിൽ നാഴി നെല്ലില്ല. അക്കോലം അവറാന്റെ കൃഷിയായിരുന്നു മെച്ചം.
അവറാൻ ഒരിക്കലും ഒരു കാര്യത്തിലും തനിക്കെതിരായിട്ട് നിന്നിട്ടില്ല, മത്സരിച്ചിട്ടില്ല, ഒന്നിനെക്കുറിച്ചും തർക്കിച്ചിട്ടില്ല. കറുത്ത മുഖത്തിന് ഒരിക്കലും ഇടർച്ചയുണ്ടായിട്ടില്ല. എന്നിട്ടും അവറാനോട് വെറുപ്പ്. അവറാന്റെ ശബ്ദം പരുപരുത്തതായിരുന്നു. നീണ്ടു കറുത്ത മുഖം, ചുമന്ന ഉരുണ്ട കണ്ണുകൾ, പൊട്ടിച്ചിരിക്കും പോലെ ഇരിക്കും. ആ വൈരൂപ്യമാണോ വെറുപ്പിന് നിദാനം? അല്ല. അതിലും വിരൂപമായ എത്രയെത്ര ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. അവരോട് ആരോടും വെറുപ്പുണ്ടായിട്ടില്ല, ഇല്ലതാനും. അവറാൻ പ്രതിനിമിഷം വളരുന്നു, അത് കാണാം. തിട്ടപ്പെടുത്താൻ വയ്യ. തൊടുന്നതെല്ലാം പൊന്ന്. ഇങ്ങനെയുമുണ്ടോ ഒരു ഭാഗ്യം? ആറ്റുതീരത്ത് ഒരു വളവിൽ കാട് പിടിച്ച് 10-15 ഏക്കറോളം ഒരു നമ്പൂതിരിയുടെ വകയുണ്ടായിരുന്നു. പൊന്തക്കാടാണ്. ആ വസ്തു ആർക്കും വേണ്ടാതെ അങ്ങനെ കിടക്കുന്നു. വലിയ വില കൊടുക്കേണ്ടി വരികയില്ല. കുറെ നെല്ലും പണവും ചെലവ് ചെയ്താൽ നിലമാക്കാം. നമ്പൂരിയെ പോയി കാണാൻ മറ്റ് ജോലി തിരക്കിനിടയിൽ സമയം കിട്ടിയില്ല. അത്ര വലിയ ജഡുതി ഇക്കാര്യത്തിലൊട്ടുണ്ടായതുമല്ല. ഒരു ദിവസം വള്ളത്തിൽ ആറ്റിൽ കൂടി ആ വഴി പോയപ്പോൾ 19-20 പതിവ് വള്ളങ്ങൾ ആ ചതുപ്പ് പ്രദേശത്ത് മണ്ണിറക്കുന്നത് കണ്ടു. ചങ്കിടിച്ചത് അന്നാണ്. വള്ളം തുഴയാൻ വയ്യാതായി. ഒരു കണക്കിന് വള്ളം കരയ്ക്കടുപ്പിച്ച് ചോദിച്ചു, ആരാണ് മണ്ണിറക്കുന്നതെന്ന്. അവറാനാണെന്ന് ജോലിക്കാരുടെ മറുപടി. എന്തിനെന്ന് ചോദിച്ചതായി സംശയമുണ്ട്. അശരീരി പോലെ ഉത്തരവുമുണ്ടായി, തൈ വയ്ക്കാൻ.